ഹലോ ഓൾ, വെൽക്കം ടു സ്റ്റഡി വേക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. നമ്മുടെ ഓണപരീക്ഷയ്ക്കും പബ്ലിക് എക്സാമിനെല്ലാം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ ശ്രമിക്കണം. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി എല്ലാ കുഞ്ഞുങ്ങളോടും പറയുന്നത്, നമ്മുടെ വീഡിയോ കാണുന്ന അധികം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാന്ന് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കൂടി ചെയ്യാം. അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് പോയാലോ. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നോക്കിയാലോ. നമുക്കറിയാം കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അതായത് കാർബൺ ചുറ്റും എത്ര കെമിക്കൽ ബോണ്ട് ഉണ്ടാവും? 4 കെമിക്കൽ ബോണ്ട് ഉണ്ടാവും. ഇതുവരെ നമ്മൾ പഠിച്ചതിലെല്ലാം ഈ 4 കെമിക്കൽ ബോണ്ടിലും ആരാ ഉണ്ടായിരുന്നത്? ഹൈഡ്രജൻ ആയിരുന്നില്ലേ? ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. എന്നാ ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ഗ്രൂപ്പ് വരുന്നത്, അല്ലെങ്കിൽ വേറൊരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം കടന്നു വരുന്നത്. ഇങ്ങനെ കടന്നു വരുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ കാർബണി ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു OH ഗ്രൂപ്പിലൂടെ കൊടുത്തു. ഈ ഹൈഡ്രജനെ തട്ടി മാറ്റിയിട്ട് ഒരു OH ഗ്രൂപ്പിലൂടെ കൊടുത്തു. ഈ OH ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് കാർബണിന് ചുറ്റുമുള്ള 4 ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം കടന്നു വരുന്നത്. ഈ പുതിയൊരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ OH ഗ്രൂപ്പിന്റെ കേസാണ് പറഞ്ഞത്. ഇതുപോലെ നമുക്ക് 6 ഫങ്ഷണൽ ഗ്രൂപ്പാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, പിന്നെ ബ്രോമോ ഫ്ലൂറോ, ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഹാലോ ഗ്രൂപ്പ്. പിന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ്, ആൽക്കോക്സിക് ഗ്രൂപ്പ്. ഇങ്ങനെ 6 ഗ്രൂപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫങ്ഷണൽ ഗ്രൂപ്പ് മാറുന്ന സമയത്ത് ഇതിന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? ഇത് നോക്കിയേ. ഫസ്റ്റില് നമുക്കറിയുന്ന മീഥേൻ ആണ്. രണ്ടാമത് ഈ മീഥേനിലത്തെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് OH ഗ്രൂപ്പ് വന്നു. അതിന്റെ പേരാണ് മെഥനോള്. പിന്നെ ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് Cl വന്നു. അതിന്റെ പേരാണ് ക്ലോറോമീഥേൻ. അപ്പൊ നമുക്കിവിടെ 3 കോമ്പൗണ്ട് കിട്ടിയില്ലേ? അപ്പൊ ഈ ഹൈഡ്രജൻ ആറ്റം മാറിയിട്ട് പുതിയ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയൊരാൾ വരുന്നതിനനുസരിച്ച് ഇതിന്റെ സ്വഭാവം ഒരുപോലെ ആയിരിക്കോ? ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഗ്യാങ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരാറില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ കോമ്പൗണ്ടിന്റെ കേസിലും. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ മീഥേൻ എന്ന് പറയുന്നത് ഒരു ഫ്യൂവൽ ആണ്. അതുപോലെ ഇതൊരു ഗ്യാസ് ആണ്. ഇത് ടോക്സിക്കും ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. എന്നാൽ മെഥനോൾ നോക്കിയാണെങ്കിൽ ഇതൊരു ലിക്വിഡ് ആണ്. അതുപോലെ ഇത് പറയുന്നത് ഒരു ആൽക്കഹോൾ ആണ്. പിന്നെ ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ഇത് ആന്റി ഫ്രീസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലോറോമീഥേൻ ആണെങ്കിലോ, ക്ലോറോമീഥേൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സിലിക്കോണിന്റെ എല്ലാം മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ക്ലോറോമീഥേൻ എന്ന് പറയുന്നത്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് ആ കോമ്പൗണ്ടിന്റെ സ്വഭാവത്തിൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാലോ. ഒരു ഓർഗാനിക് സംയുക്തത്തിൽ കാർബണിനോട് ബന്ധിക്കപ്പെട്ട ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം ആണ് ആ സംയുക്തത്തിന്റെ സവിശേഷമായ രാസഭൗതിക ഗുണങ്ങൾ നിർണ്ണയിക്കുന്നത്. ഈ ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. An atom or group of atom bonded to carbon in an organic compound determines the distinctive chemical and physical properties of that compound. This atom or group of atom is called functional group. ഈ ഓർഗാനിക് സംയുക്തത്തിൽ കാർബണായിട്ട് ലിങ്ക് ചെയ്ത ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം ആണ് ആ കോമ്പൗണ്ടിന്റെ രാസഭൗതിക ഗുണങ്ങൾ നിർണ്ണയിക്കുന്നത്, അതായത് ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് നിർണ്ണയിക്കുന്നത്. ഈ ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ആറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ നോക്കി, ഇവിടെ ഓക്സിജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. ഈ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ആറ്റാണ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന വേറൊരു ആറ്റാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടല്ലേ ഈ ഗ്രൂപ്പ് ഓഫ് ആറ്റം ചേർന്നിട്ടല്ലേ OH എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടായത്. അതാ പറയുന്നത് ഇവിടെ ഗ്രൂപ്പ് ഓഫ് ആറ്റം. അപ്പൊ കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്ത ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റാണ് ആ കോമ്പൗണ്ടിന്റെ സംയുക്തത്തിന്റെ രാസഭൗതിക ഗുണങ്ങൾ നിർണ്ണയിക്കുന്നത്. ഈ ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള 6 ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അഥവാ OH. അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ഫോർമുലയാണ് OH എന്ന് പറയുന്നത്.
ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫോർമുല OH. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹൈഡ്രോക്സിൽ എന്നല്ലേ നമ്മൾ പറയുന്ന സമയത്ത് ഹൈഡ്രോക്സിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹൈഡ്രോക്സിൽ എന്നുള്ള പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അപ്പൊ പേര് എഴുതുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഹൈഡ്രജനാണ് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ ഫോർമുല എഴുതുന്ന സമയത്തോ ഫസ്റ്റ് ഓക്സിജൻ കൊടുത്തു പിന്നെ ഹൈഡ്രജൻ കൊടുത്തു. അതായത് ഹൈഡ്രോക്സിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല OH എന്നാണ്. ഹൈഡ്രോക്സിൽ എന്ന് പറയുമ്പോൾ ഫോർമുല OH ആണ്. ഓക്കെ, അതായത് ഒരു കോമ്പൗണ്ടിൽ OH ഗ്രൂപ്പ് കണ്ട് മനസ്സിലാക്കണം അത് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഇനി ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അടങ്ങിയ ഈ ഫാമിലിനെ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾസ്. അതായത് അത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ പേരും നിങ്ങളുടെ കുടുംബ പേരും, ഇപ്പം നിങ്ങളുടെ പേര് ഇപ്പൊ അക്ഷയ് എന്നാണെങ്കിൽ കുടുംബ പേര് എന്താണ് വേറെ പേരായിരിക്കും. അതുപോലെ തന്നെ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പറയുമ്പോൾ OH ആണ്, അതിന്റെ ഫാമിലിനെ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ IC നെയിം വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഓൾ നില വേർഡാണ്. അതായത് ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വന്നാൽ അതിന്റെ IUPAC നെയിം വരുന്ന സമയത്ത് നമ്മൾ ഓള് എന്ന് പറയുന്ന വേർഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അതായത് ആൽക്കഹോൾ ആണ്, അതായത് ഈ OH ഗ്രൂപ്പിലെ അതിന്റെ ഫാമിലി ആൽക്കഹോൾ ആണെന്ന് അറിയെങ്കിൽ ഈ ആൽക്കഹോളിന്റെ ലാസ്റ്റിലെ വേർഡ് എന്താണ് OL ആണ്. അപ്പം IUPAC നെയിം വരുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് കൊടുക്കേണ്ട വേർഡ് എന്താണ് ഓൾ ആണ്. ആൽക്കഹോളിന്റെ ലാസ്റ്റത്തെ OL. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടെ ആൽക്കീനാണെങ്കിൽ അതിന്റെ സഫിക്സ് എന്താണ് E തന്നെ ഉണ്ടായിനി. ആൽക്കൈനാണെങ്കിൽ അതിന്റെ സഫിക്സ് എന്താ ഉണ്ടായിനി Y തന്നെയാണ്. അതുപോലെ ആൽക്കഹോളിന്റെ സഫിക്സ് എന്താണ് OL ആണ്, ഓൾ ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി എങ്ങനെയാണ് ഇതിന് പേരിടുന്നത് നോക്കിയാലോ. നമ്മൾ നേരത്തെ ആൽക്കീനും ആൽക്കൈനും എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടിന്റെ നെയിമിങ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടിന്റെ നെയിമിങ് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. സംഭവം സിമ്പിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. IUPAC രീതി അനുസരിച്ച് ആൽക്കഹോളുകളെ നാമകരണം ചെയ്യുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള ആൽക്കെയിന്റെ പേരിലെ ഈക്ക് പകരം ഓൾ എന്ന പ്രത്യയം ചേർത്താണ്. അതായത് ആൽക്കെ എന്ന് പറയുമ്പോൾ ALKNE അല്ലേ, ആ E മാറ്റിയിട്ട് അതിന് വരെ എന്ത് ചേർക്കണം ഓള് ചേർക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ആൽക്കെയിനും ആൽക്കീനെക്കാട്ടി ഈസി പരിപാടിയാണ് ശരിക്കും ആൽക്കഹോൾസിന്റെ എല്ലാം ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ നെയിം കൊടുക്കുന്നത്. ഇതിന്റെ ഫോമുലയും അതുപോലെ അതിന്റെ ഫാമിലിയുടെ പേരും IUPAC നെയിം ചേർക്കുന്ന സമയത്ത് ലാസ്റ്റ് ആഡ് ചെയ്യേണ്ട വേർഡും പഠിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പം IUPAC രീതി അനുസരിച്ച് ആൽക്കഹോളുകളുടെ നാമകരണം ചെയ്യുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള ആൽക്കെയിന്റെ പേരിലെ ഈക്ക് പകരം ഓള് OL എന്ന പ്രത്യയം ചേർത്താണ്. അതായത് ആൽക്കെ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ALKNE. ഈ ഈക്ക് പകരം എന്ത് ചേർക്കണം ഓള് ചേർക്കണം. മക്കളെ ഇത് വേറെ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ ഇപ്പം 3 കാർബണിലെ കോമ്പൗണ്ട്, 3 കാർബണിലെ ആൽക്കെയിനെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻ ആണ്. 3 കോമ്പൗണ്ടിലെ ആൽക്കെയിനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പെയിൻ ആണ്. ഓക്കെ, പ്രൊപ്പെയിൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി ഈ പ്രൊപ്പെയിലത്തെ ലാസ്റ്റ് ഒരു E ഇല്ലേ, ഈ ഈനെ നമ്മൾ കട്ടാക്കി എന്നിട്ട് നമ്മൾ എന്ത് ചേർക്കുന്നത് പ്രൊപ്പെയിന്റെ E കട്ടാക്കുമ്പോൾ എന്ത് കിട്ടുന്നത് പ്രൊപ്പാന് കിട്ടി. ഈ പ്രൊപ്പാന്റെ കൂടെ ആരെ കൂടി ചേർത്തു ആൽക്കഹോളിന്റെ ഓൾ ചേർത്തു. അങ്ങനെയാണെങ്കിൽ പേരെന്താ മാറാൻ പോന്നെ പ്രൊപ്പനോൾ. ഓക്കെ, അതായത് ആൽക്കൈനിലത്തെ E കളഞ്ഞിട്ട് ഓള് ചേർക്കുക. അതാണ് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ നാമകരണം ചെയ്യുന്ന സമയത്ത് ആ രീതിക്കാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. CH3OH. CH3OH എന്ന് പറയുമ്പോൾ അതിൽ എത്ര കാർബൺ ആറ്റം ഉള്ളത് ഒരു കാർബൺ ആറ്റം ഉള്ളത്. ഒരു കാർബൺ ആറ്റമിലെ ആൽക്കൈന്റെ പേരെന്താണ് മീഥേൻ ആണ്. ഇവിടെ ആണെങ്കിലോ അപ്പം മീത് ഈ മാറിയിട്ട് എന്ത് വന്നു ഓയിൽ വന്നു മെഥനോൾ. ഇനി CH3CH2OH ആണെങ്കിലോ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉള്ളത് 2 കാർബൺ ആറ്റം ഉള്ളത്. 2 കാർബൺ ആറ്റമിലെ ആൽക്കൈന്റെ പേരെന്താണ് ഈഥേൻ ആണ്. ഈഥേനിലെ തീ കളഞ്ഞാല് ഈഥേനിൽ E കളഞ്ഞു എന്നിട്ട് നമ്മൾ എന്ന് ആഡ് ചെയ്തു ഓൾ ആഡ് ചെയ്തു. അപ്പം എഥനോൾ. നമ്മളിപ്പം പറഞ്ഞ ആദ്യത്തെ മെഥനോൾ ആണെങ്കിലും രണ്ടാമത്തെ എഥനോൾ ആണെങ്കിലും ഇതിൽ ഒരു കാർബൺ ആറ്റം ഉള്ളത്, ഇതിൽ 2 കാർബൺ ആറ്റം ഉള്ളത്. ഇത് നമ്മൾ ആദ്യത്തേന് മെഥനോൾ എന്ന് നെയിം കൊടുത്തു, രണ്ടാമത്തേന് എഥനോൾ എന്ന് നെയിം കൊടുത്തു. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഇതിന്റെ പൊസിഷൻ നമ്പർ പോലത്തെ എന്തെങ്കിലും കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ല. ഇനി നോക്കിക്കോ. അപ്പൊ ഈ രണ്ടിൽ കൂടുതൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം വരുന്ന സമയത്ത് നമ്മൾ എന്തും കൂടി സ്പെസിഫൈ ചെയ്യണം പൊസിഷൻ നമ്പർ കൂടി സ്പെസിഫൈ ചെയ്യണം. 2ൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ OH ഗ്രൂപ്പിന്റെ സ്ഥാനം കൂടി വ്യക്തമാക്കണം. അതായത് OH ഗ്രൂപ്പിന് നമ്മളൊരു പൊസിഷൻ നമ്പർ കൊടുക്കണം. പൊസിഷൻ നമ്പർ കൊടുക്കുന്നത് എങ്ങനെയാണ് ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടുന്ന രീതിയിലല്ലേ നമ്മൾ ആൽക്കൈനും ആൽക്കൈനെല്ലാം നെയിം ചെയ്തിന്. അതേപോലെ തന്നെ ഇവിടെ അതേ സംഭവം തന്നെയാണ്. പൊസിഷൻ നമ്പർ കൊടുക്കുന്ന സമയത്ത്
ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം OH ഗ്രൂപ്പിന് നമ്പർ കൊടുക്കേണ്ടത്. Where more than 2 carbon atoms, the position of the OH group need to be specified. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോർമുല എന്താ പറയുന്നത്? ആൽക്കെയിൻ -E ഹൈഫൺ OH ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ ഹൈഫൺ ഓള്. ആൽക്കയിലെ തീ കളഞ്ഞു, പിന്നെ ഹൈഫൺ കൊടുത്തു, OH ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ ഹൈഫണ് ഓള്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും മലയാളമായി പോയി സോറി. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കിയാലോ. CH3 CH2 CH2 OH. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ 3 കാർബൺ ആറ്റം ഉണ്ടാകുന്ന റൂള് അതിൽ OH ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ കൂടി മെൻഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്പർ ചെയ്ത് കൊടുക്കാം. ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് ഈ OH ഗ്രൂപ്പ് ഇതല്ലേ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ, ഇതിന് എത്ര നമ്പർ കിട്ടുന്നത്? 1 ആണ്. ഇനി 1 2 3 ഓപ്പോസിറ്റ് ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്ന സമയത്തോ ഈ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് ഈ കാർബൺ കിട്ടുന്ന നമ്പർ എത്രയാണ്? 3 ആണ്. 1 ആണോ 3 ആണോ? ഏതാ സ്മോള്? ഉറപ്പല്ലേ 1 അല്ലേ സ്മോള്? 1 ആണ് നമ്മള്. അപ്പൊ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിന്റെ പൊസിഷൻ നമ്പർ പറയുന്നത് 1 ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദി ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ. എത്ര കാർബൺ ആറ്റം ഉള്ളത്? 3 കാർബൺ ആറ്റം ഇല്ലേ? 1 2 3. ദ നെയിം ഓഫ് ആൽക്കെയിൻ വിത്ത് 3 കാർബൺ ആറ്റം. 3 കാർബൺ ആറ്റം ആൽക്കെയിന്റെ പേരെന്താണ്? പ്രൊപ്പേൻ അല്ലേ? പ്രൊപ്പേൻ കൊടുത്തു. ദ കറക്റ്റ് പൊസിഷൻ ഓഫ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന കാർബൺ ആറ്റത്തിന്റെ കറക്റ്റ് പൊസിഷൻ എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ IUPAC നെയിമാണ് ചോദിക്കുന്നത്. അപ്പൊ IUPAC നെയിം ചെയ്താൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? വേർഡ് റൂട്ട് കൊടുത്തു. അതായത് അതിന്റെ ഈ ഒഴിച്ചിട്ടിലെ ആൽക്കയിലത്തെ ഈ മൈനസ് ആയിട്ടിലെ വേർഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഹൈഫൺ കൊടുത്തു. പിന്നെ OH ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ 1 കൊടുത്തു. പിന്നെ എന്താ കൊടുക്കേണ്ടത്? അതിന്റെ സഫിക്സ് ഓയിലും കൊടുത്തു. പ്രൊപ്പാൻ 1 ഓൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 1 ഓള്. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി വേറെ കോമ്പൗണ്ട് കൂടി നമുക്ക് ചെയ്ത് നോക്കാം. CH3 OH. ഈ ഒരു കോമ്പൗണ്ട് എന്ന നെയിം എന്നാ വരുന്നത്? ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടെ എന്നാണ് 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ എന്ത് മെൻഷൻ ചെയ്യണം? ഈ OH ഗ്രൂപ്പിന്റെ പൊസിഷൻ നമ്പർ മെൻഷൻ ചെയ്യണം. നമുക്ക് ആദ്യം ഈ സൈഡിൽ നമ്പർ എഴുതി കൊടുക്കാം. 1 2 3. ഇവിടെ നിന്നാണെങ്കിലും 1 2 3. അപ്പൊ OH അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിന് രണ്ട് സൈഡിൽ നമ്പർ ചെയ്യുന്ന സമയത്തും കിട്ടുന്ന നമ്പർ പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നെയിം എന്നായിരിക്കും? എത്ര കാർബൺ ആറ്റം ഉള്ളത്? 3 കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ പ്രൊപ്പാൻ എത്ര? ഇതിന്റെ പൊസിഷൻ നമ്പർ എത്രയാണ്? 2 ആണ് OH ഗ്രൂപ്പിന്റെ. അപ്പൊ പ്രൊപ്പാൻ 2 ഓള്. പ്രൊപ്പാൻ 2 ഓൾ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നേരത്തെ നമുക്ക് എന്താ കിട്ടിയത്? നേരത്തെ പ്രൊപ്പാൻ 1 ഓളാണ് കിട്ടിയത്. ഇവിടെ ആണെങ്കിലോ പ്രൊപ്പാൻ 2 ഓളാണ്. ഇനി നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. CH3 CH2 CH2 OH. അതായത് നേരത്തെ നമ്മൾ ചെയ്ത സാധനം പ്രൊപ്പാൻ 1 ഓള്. ഇതാണെങ്കിലോ പ്രൊപ്പാൻ 2 ഓള്. ഈ രണ്ട് സംയുക്തങ്ങളിലെത്തി ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? OH ഗ്രൂപ്പ്, അല്ലെങ്കിൽ അതിനെന്ന് പറയും? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയും. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഈ രണ്ട് സംയുക്തങ്ങളുടെ തന്മാത്രാ സൂത്രം എന്താണെന്ന് ചോദിക്കുന്നത്. ഇതിന്റെ തന്മാത്രാ സൂത്രം എന്താണ്? എത്ര കാർബൺ ആറ്റം ഉള്ളത്? 1 2 3. ആദ്യത്തെ കോമ്പൗണ്ട് ആണെങ്കിൽ 3 കാർബൺ ആറ്റം ഉള്ളത് C3. ഇനി ഹൈഡ്രജൻ എത്ര എണ്ണം ഉള്ളത്? 2 2 4 4 3 7 7 1 8. C3H8O. C3H8O. ഇനി പ്രൊപ്പാൻ 2 ഉള്ളതാണെങ്കിലോ 3 3 6 6 1 7 7 1 8. അതായത് 3 കാർബൺ ആറ്റും 8 ഹൈഡ്രജൻ ആറ്റും പിന്നെ ഒരു ഓക്സിജൻ ആറ്റും. C3H8O. അപ്പൊ രണ്ട് കോമ്പൗണ്ടി തന്മാത്രാ സൂത്രം എന്താണ്? C3H8O എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ ഘടനകൾ തമ്മിലെ വ്യത്യാസം എന്താണ്? ഇതിന്റെ രണ്ടിന്റെ സ്ട്രക്ചർ. അപ്പൊ ഒന്ന് പ്രൊപ്പാൻ 1 ഓൾ ആണ്, മറ്റേത് പ്രൊപ്പാൻ 2 ഓൾ ആണ്. ഈ രണ്ടിന്റെ സ്ട്രക്ചർ തമ്മിലെ ഡിഫറൻസ് എന്താണ്? പ്രൊപ്പാൻ 1 ഓൾ ആവുന്ന സമയത്ത് OH പറയുന്നത് ഒന്നാമത്തെ പൊസിഷനിലാണ് ഉണ്ടായിനി. പ്രൊപ്പാൻ 2 ഓൾ ആവുന്ന സമയത്ത് OH ഗ്രൂപ്പ് എവിടെ ഉണ്ടായിനി? രണ്ടാമത്തെ പൊസിഷനിലാണ് ഉള്ളത്. അപ്പം ഇവ തമ്മിലെ ഘടനയിൽ എന്താണ് വ്യത്യാസം? OH ഗ്രൂപ്പിന്റെ സ്ഥാനത്തിലാണ് വ്യത്യാസം വരുന്നത്. OH ഗ്രൂപ്പിന്റെ സ്ഥാനത്തിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പിനനുസരിച്ചാണ് ഇവിടെ ഓരോ രണ്ട് കോമ്പൗണ്ടും ഡിഫർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഒരു കോമ്പൗണ്ട് കൂടി നോക്കിയാലോ. അടുത്ത് നോക്കിയേ. CH3 CH2 CH3. ഇവിടെ എത്ര കാർബൺ ആറ്റം? 1 2 3 4 5. 5 കാർബൺ ആറ്റം ഉണ്ട്. രണ്ട് കൂടുതൽ കാർബൺ ആറ്റം ആയാലും OH ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ സ്പെസിഫൈ ചെയ്യണം.
അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, നമ്പർ ചെയ്ത് കൊടുക്കാം. 1 2 3 4 5. ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ 1 2 3 4 5. അപ്പൊ ആദ്യം ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് OH ഗ്രൂപ്പിന് കിട്ടിയ നമ്പർ പറഞ്ഞ 2 ആണ്. ഇനി ഈ ഡയറക്ഷൻ വഴി നമ്പർ ചെയ്യുന്ന സമയത്ത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ കിട്ടുന്ന നമ്പർ 4 ആണ്. അപ്പൊ 2 ആണോ 4 ആണോ, ഏതാ സ്മോള്? 2 ആണ്, ഒരു ഡൗട്ടും വേണ്ട. അപ്പൊ ഇതിന്റെ OH ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ വരുന്നത് 2 ആണ്. ഇനി എത്ര കാർബൺ ആറ്റയിലത്? 5 കാർബൺ ആറ്റയിലത്. 5 കാർബൺ ആറ്റം വരുമ്പോൾ അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? പെന്റാണ്. പെന്റ് ആൻ എഴുതി, അതായത് ആൽക്കൈലത്തെ ഈ കളഞ്ഞിട്ട് പെന്റാൻ എഴുതി, ഹൈഫൺ 2 ഓള്, പെന്റാൻ 2 ഓള്. അപ്പൊ ഇത് നോക്കിയ പെന്റാൻ 4 ആണോ, പെന്റാൻ 4 ഓൾ ആണോ, പെന്റാൻ 2 ഓൾ ആണോ? ഏതാ റൈറ്റ് ആൻസർ? പെന്റാൻ 2 ഓൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ബോക്സ് തന്നിട്ട് നിങ്ങളോട് ആൻസർ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും കൂടുതൽ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ പെന്റാൻ 2 ഓളും പെന്റാൻ 4 ഓളും ആണ്. അപ്പൊ ഇതിൽ 2 ആണോ 4 ആണോ, ഏതാ ചെറിയ സംഖ്യ? 2 അല്ലേ? അപ്പൊ ഒരു ഡൗട്ടും വേണ്ട, നേരെ എന്ത് ചെയ്യാൽ മതി, പ്രൊപ്പാൻ 2 ഓൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിലൊന്നും കൂടുതൽ, കാരണം ചെറിയ സ്ഥാനസംഖ്യ 2 ആണ്. എന്തായാലും പ്രൊപ്പാൻ 2 ഓളും പ്രൊപ്പാൻ 4 ഓളും വന്നാൽ നമ്മൾ എന്തായാലും ചെറിയ സംഖ്യ, നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കുന്ന സമയത്ത് എപ്പോൾ എന്താണ് കൊടുക്കുന്നത്, ചെറിയ പൊസിഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിൽ പ്രൊപ്പാൻ 4 ഓളും 2 ഓളും നോക്കുന്ന സമയത്ത് പ്രൊപ്പാൻ 2 ഓളാണ് കറക്റ്റ് ആൻസർ. അങ്ങനെ നോക്കി ചെയ്താൽ മതി. അപ്പൊ ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഇനി അടുത്ത സെക്കൻഡ് ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ഫോർമുലയാണ് C≡OH അല്ലെങ്കിൽ COOH. നേരത്തെ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ OH എന്ന് പറഞ്ഞ പോലെ കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ഫോർമുലയാണ് C≡OH അല്ലെങ്കിൽ COOH. ഇനി ഈ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആസിഡ് സ്വഭാവം കാണിക്കുന്ന ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫാമിലിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. COH ഫംഗ്ഷണൽ ഗ്രൂപ്പിലെ ആ ഒരു ഫാമിലിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. ഇനി നേരത്തെ കേസിൽ നമ്മൾ അതിന് പേര് കൊടുക്കുന്ന സമയത്ത് എന്താ ചേർത്തിനി? ആൽക്കഹോളിന്റെ പേര് ചേർക്കുന്ന സമയത്ത് OL അഥവാ ഓൾ ആണ് ചേർത്തിനി. അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡിന്റെ IUPAC നെയിം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഓയിക് ആസിഡ് ആണ്. ഓയിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ് ആവുന്ന സമയത്ത് ഓയിക് ആസിഡ് ആണ് നമ്മൾ അതിന്റെ സഫിക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫാമിലിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് C≡OH അല്ലെങ്കിൽ COH ആണ്. IUPAC നെയിം വരുന്ന സമയത്ത് ഓയിക് ആസിഡ് ആണ് അതിന്റെ സഫിക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി കാർബോക്സിലിക് ആസിഡിനെ നെയിം ചെയ്യുന്നതും വളരെ ഈസിയാണ്. കാരണം നമുക്ക് ആൽക്കഹോളിന്റെ നെയിമിംഗ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡും ഈസി ആയിട്ട് നെയിം ചെയ്യാൻ പറ്റും. നമ്മൾ ആൽക്കഹോൾ പഠിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ആൽക്കൈലത്തെ ഈ കളഞ്ഞിട്ട് അവിടെ ഓൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാർബോക്സിലിക് ആസിഡിനെ നെയിം ചെയ്യുന്ന സമയത്ത് ഈ ആൽക്കൈലത്തെ ഈ കളഞ്ഞിട്ട് അവിടെ എന്ത് ചേർക്കുന്നത്? ഓയിക് ആസിഡ് ചേർക്കുന്നത്. അപ്പൊ അതിന്റെ പേരെന്തായിട്ട് മാറും? ആൽക്കനോയിക് ആസിഡ് ആയിട്ട് മാറും. ഒരു എക്സാമ്പിൾ ആണ് മീതേൻ എന്ന് പറയുന്ന ആൽക്കൈന് ഒരു കളയുന്ന സമയം കളഞ്ഞു, എന്നിട്ട് നമ്മൾ എന്ത് ചേർത്തു? ഓയിക് ആസിഡ് ചേർത്തു. അപ്പൊ എന്ത് കിട്ടും? മെഥനോയിക് ആസിഡ് ആയിട്ട് കിട്ടും. ഓക്കെ ആണോ? പിന്നെ കാർബോക്സിലിക് ആസിഡ് നെയിം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവയ്ക്ക് IUPAC നാമം നൽകുന്നതിന് കാർബോക്സിലിക് ഗ്രൂപ്പിന്റേത് ഉൾപ്പെടെ മുഖ്യ ചെയിനിലെ മുഴുവൻ കാർബൺ ആറ്റങ്ങളുടെയും എണ്ണം പരിഗണിക്കണം. അതായത് ഇപ്പം CH3 CH2 COH എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാന്ന് വിചാരിക്കും. ഇവിടെ അപ്പൊ നമ്മൾ ഈ ഒരു കാർബൺ എന്ന് പറയുന്നത് ആരതാണ്? COH ഗ്രൂപ്പിന്റെയാണ് ഈ ഒരു കാർബൺ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ എന്തുകൂടി കൂട്ടണം? ഈ ഒരു കാർബണയും കൂടി കൂട്ടിയിട്ട് വേണം നമ്പർ ചെയ്യാൻ. അതായത് 1 2 3 3 കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ ഇതിന്റെ പേരെന്തായിട്ട് മാറും? പ്രൊപ്പനോയിക് ആസിഡാണ് ഇതിന്റെ പേര് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഈ നിങ്ങളിപ്പം കുറച്ച് കോമ്പൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. ഇത് നോക്കി എല്ലാ ഗ്രൂപ്പിലും COH വരുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? പൊസിഷൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും അറ്റത്തായിരിക്കും ഈ COH ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ അതിന്റെ പൊസിഷൻ നമ്പർ എപ്പോൾ ഒന്നായിരിക്കും? 1 തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്പർ അവിടെ ഡിനോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് പ്രൊപ്പാൻ 1 ഓയിക് ആസിഡ് അല്ലെങ്കിൽ പ്രൊപ്പാൻ 2 ഓയിക് ആസിഡ് എന്നോ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ സ്ഥാനസംഖ്യ എന്ന് പറയുന്ന ആ ഒരു ടേമിനെ പറ്റി നിങ്ങൾ ആലോചിക്കേ വേണ്ട. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? CH3 C≡OH. CH3 C≡OH പറയുമ്പോൾ എത്ര കാർബൺ ആറ്റയിലത്? 1 2 2 കാർബൺ ആറ്റയിലത്. 2 കാർബൺ ആറ്റിലെ ആൽക്കൈന്റെ പേരെന്താണ്? ഈതേനാണ്. ഈതേനിലത്തെ കളഞ്ഞിട്ട് തന്നെ എന്ത് ചേർക്കണം? ഓയിക് ആസിഡ് ചേർക്കണം. കളഞ്ഞിട്ട് ഓയിക് ആസിഡ് ചേർക്കണം. അപ്പൊ എന്ത് വരും? എഥനോയിക് ആസിഡ്. നോക്കി, ഈ TH ഒരുപോലെ എഴുതി, പിന്നെ എന്ത് ചെയ്തു? കളഞ്ഞു, ഓയിക് ആസിഡ് ചേർത്തു, അല്ലെങ്കിൽ എഥനോയിക് ആസിഡ്. ഓക്കെ മക്കളെ?
കാർബോക്സിലിക് ആസിഡിനെ നെയിം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആൽക്കൈലത്തെ ഈ കളഞ്ഞിട്ട് പകരം ഓയിക് ആസിഡ് ആഡ് ചെയ്യണം. നമുക്കിനി കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കിയാലോ. കോമ്പൗണ്ടും അതിന്റെ IUPAC നെയിമും തന്നിട്ടുണ്ട്. ആദ്യത്തെ കോമ്പൗണ്ട് പറഞ്ഞ HCOOH ആണ്. HCOH പറയുമ്പോൾ ഇതിൽ എത്ര കാർബൺ ആറ്റം ഉള്ളത്? ഒരു കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ ഒരു കാർബൺ ആറ്റമിലെ ആൽക്കൈന്റെ പേരെന്താണ്? മീഥേൻ ആണ്. മീഥേനിലെ തീ കളയുന്ന സമയത്ത് മെഥനോയിക് ആസിഡ്. ഓക്കെ ആണോ? മെഥനോയിക് ആസിഡ്. ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. HCOH എന്ന് പറയുമ്പോൾ മെഥനോയിക് ആസിഡ് ആണ് അതിന്റെ IUPAC നെയിം വരുന്നത്. അതുപോലെ ഇതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ പേര് വന്നിട്ട് ഇതിന്റെ സ്ട്രക്ചർ എഴുതാനും പറയും. സ്ട്രക്ചർ എഴുതാൻ പറയുന്ന സമയത്ത് HCOH. ഓക്കെ. രണ്ടാമത്തെയാണ് CH3COOH. അതിന്റെ നെയിം എന്താണ്? എഥനോയിക് ആസിഡ് ആണ്. നമ്മൾ നേരത്തെ ചെയ്തു. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 2 കാർബൺ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേര് വരുന്നത് എഥനോയിക് ആസിഡ്. ഇനി ഇവിടെ ഒരു IUPAC വന്നിട്ടുണ്ട്. IUPAC നെയിം വന്നിട്ടുണ്ട് പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉള്ളത് ഇതില്? പ്രൊപ്പാൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റാണ്. അപ്പൊ നമ്മൾ 3 കാർബൺ ആറ്റം വരച്ചു കൊടുക്കുക. CH3 CH2. ഇനി വീണ്ടും CH2ന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പകരം ഏത് എടുത്താൽ മതി? COH എടുത്താൽ മതി. 1 2 3 3 കാർബൺ ആറ്റം. അതിൽ തീ കളഞ്ഞിട്ട് എന്ത് കൊടുത്തു? ഓയിക് ആസിഡ് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് പ്രൊപ്പനോയിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് CH3 CH2 CH2 COH. ഇതിന്റെ IUPAC നെയിം വഹിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് കൂടെ തന്നെ നിങ്ങളൊന്ന് പോസ് ചെയ്ത് ചെയ്യാൻ നോക്കിയേ. 1 2 3 4 4 കാർബൺ ആറ്റം ഉള്ളത്. അപ്പം 4 കാർബൺ ആറ്റത്തിലെ ആൽക്കൈൻ ഏതാണ്? ബ്യൂട്ടേൻ ആണ്. അപ്പം ബ്യൂട്ടനോയിക് ആസിഡ്. ബ്യൂട്ടനോയിക് ആസിഡ്. ഗ്ലൈക്കോളിനെ പറ്റി പഠിച്ചു, കാർബോക്സിലിക് ആസിഡിനെ പറ്റി പഠിച്ചു. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ കെമിക്കൽ ഫോമുലയാണ് C+H അല്ലെങ്കിൽ CHO എന്നും പറയും. C+H അല്ലെങ്കിൽ CHO. ഇതിന്റെ ഫാമിലിനെ വിളിക്കുന്ന പേരാണ്, ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ ഫാമിലിനെ വിളിക്കുന്ന പേരാണ് ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ്സ്. ഇനി നമ്മൾ നേരത്തെ കേസിലെല്ലാം എന്താ പറഞ്ഞത്? IUPAC നെയിം ചെയ്യുന്ന സമയത്ത് ആൽക്കഹോളിന്റെ ആണെങ്കിൽ ഓയിൽ ചേർക്കണം. അതുപോലെ കാർബോക്സിലിക് ആസിഡിന്റെ ആണെങ്കിൽ ഓയിക് ആസിഡ് ചേർക്കണം. അതുപോലെ ആൽഡിഹൈഡിന്റെ നെയിം വരുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ട വേർഡാണ് ആല്. അതായത് AL എന്നുള്ള വേർഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇവയ്ക്ക് IUPAC നാമം നൽകുന്നതിന് ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ ഉൾപ്പെടെ മുഖ്യ ചെയിനിലെ മുഴുവൻ കാർബൺ ആറ്റങ്ങളുടെയും എണ്ണം പരിഗണിക്കണം. അതായത് നമ്മൾ നേരത്തെ കാർബോക്സിലിക് ആസിഡിന്റെ കേസ് പറഞ്ഞ പോലെ ഇവിടെ ആൽഡിഹൈഡിന്റെ കേസിലാണെങ്കിലും ആൽഡിഹൈഡിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാർബൺ ആറ്റത്തിന്റെയും എണ്ണം പരിഗണിച്ചിട്ട് വേണം ആൽക്കെയിൻ ഏതാണെന്ന് തീരുമാനിക്കാൻ. ഇപ്പൊ ആൽഡിഹൈഡിന്റെ ഉൾപ്പെടെ ഇങ്ങനെ CH3 CH2 CHO എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ആൽഡിഹൈഡിന്റെ ഉൾപ്പെടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ എന്താ വരുന്നത്? മൂന്നെണ്ണുള്ള കോമ്പൗണ്ട് ഏതാണ്? പ്രൊപ്പേനാന്ന് വരുന്നത്. അപ്പം എത്ര കാർബൺ ആറ്റം ഉണ്ടോ ആൽഡിഹൈഡിനെ കൂടി കാർബൺ ആറ്റത്തിനെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇനി നെയിം ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ആൽക്കൈനിലെ തീ കളഞ്ഞിട്ട് ആല് ചേർക്കും, അപ്പൊ ആൽക്കനൈൽ. ഒരു എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട്. മീഥേനിലെ തീ കളഞ്ഞിട്ട് ആല് ചേർക്കുന്ന, അപ്പം മെഥനാലാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നമുക്ക് ആദ്യത്തെ എക്സാമ്പിളിലേക്ക് പോവാം. CH3 C+H. CH3 C+H എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം അതിൽ ഇടുക? 2 കാർബൺ ആറ്റം ഉള്ളത്. 2 കാർബൺ ആറ്റത്തിലെ കോമ്പൗണ്ട് ഏതാണ്? ആൽക്കൈൻ ഏതാണ്? ഈഥെയ്ൻ ആണ്. അപ്പൊ നമ്മളെ ഇതിപ്പം C+OH എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ലോണ്ട് തന്നെ ഇതിന് ചേർക്കേണ്ട സഫിക്സ് ഏതാണ്? AL ആണ്. അപ്പൊ ഈഥെയിലത്തെ ഈ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചേർക്കണം? ആല് ചേർക്കണം. കിട്ടുന്ന ആൻസർ എന്താണ്? എഥനാൽ. ആൽഡിഹൈഡിനെ നെയിം ചെയ്യുന്ന സമയത്ത് ആൽക്കൈലത്തെ ഈ കളഞ്ഞിട്ട് പകരം പ്ലസ് ആല് ചേർക്കണം, AL ചേർത്ത് കൊടുക്കണം. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളും കൂടി ഫില്ല് ചെയ്യാം. ആദ്യത്തേത് IUPAC നെയിം വന്നിട്ടുണ്ട്. സംയുക്തത്തിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ, അത് കോമ്പൗണ്ട് സ്ട്രക്ചർ വരയ്ക്കാനാണ് പറയുന്നത്. ബ്യൂട്ടനാൽ എന്ന് പറയുമ്പോൾ അതിൽ എത്ര കാർബൺ ആറ്റാണുള്ളത്? 4 കാർബൺ ആറ്റം ഉള്ളത്. നമുക്ക് വരച്ചു കൊടുക്കാം. CH3 CH2 CH2 CHO. ഓക്കെ. ഇവിടെ ഓക്കെ 1 2 3 4 4 കാർബൺ ആറ്റം ഉണ്ട്. അതുപോലെ തന്നെ അപ്പം ബ്യൂട്ട് എന്നുള്ളത് ബ്യൂട്ട് ഏനാണ് കിട്ടുന്നത്. അതിലെ തീ കളഞ്ഞാൽ ബ്യൂട്ടനാൽ. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിക്കോ. ഒന്നാമത്തേന്റെ ആൻസർ ഇതാണ് CH3 CH2 CH2 CHO. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് CH3 CH2 CHO. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 1 2 3 3 കാർബൺ ആറ്റം ഉള്ളത്.
3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിന് ഏതാണ്? പ്രൊപ്പേൻ ആണ്. അപ്പം പ്രൊപ്പേനിലെ തീ കളഞ്ഞിട്ട് ബാക്കി പ്രൊപ്പനാൽ അല്ലെങ്കിൽ പ്രൊപ്പനാൽ. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെന്റനാലിന്റെ സ്ട്രക്ചർ വരക്കാനാണ് പറയുന്നത്. പെന്റനാൽ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 5 കാർബൺ ആറ്റം ഉള്ളത്. ഇപ്പൊ CH3, CH2, 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 CHO. ഇങ്ങനെയാണ് നമ്മളെ പെന്റനാലിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടോട്ടൽ 6 ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാനുള്ളതിൽ 3 ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ബാക്കി 3 ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ടോപ്പിക്കിന്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.